കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്നതിന് മുമ്പ് എന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കിയേക്കാന്ന് കരുതി നോക്കിയപ്പോൾ വീട്ടിൽ പച്ചക്കറികളൊന്നും ഇരിപ്പില്ല. അപ്പോൾ പിന്നെ താഴെ പോയി എന്നാൽ സാധനം വാങ്ങിച്ചേക്കാന്ന് കരുതി പോയതാണേ. പക്ഷേ എൻ്റെ പൊന്നു മക്കളെ, കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സാധനത്തിൻ്റെ വില കണ്ട് ഞാൻ ഞെട്ടിപ്പകച്ച് പണ്ടാരടങ്ങിപ്പോയത്. ഇങ്ങോട്ട് നോക്കിക്കേ, സാധനത്തിൻ്റെ വില കാണണേൽ ഏറ്റവും കൂടുതൽ ഞെട്ടത് ഈ വെണ്ടയ്ക്കയുടെ വില കണ്ടപ്പോൾ 18 ദിറം 50 ഫീൽസ് വെണ്ടയ്ക്കായി. പാവയ്ക്കായ്ക്കാണെ 13. പിന്നെ ഞെട്ടിപ്പോയത് കുക്കുംബറിൻ്റെ വില കണ്ടപ്പോൾ. 1 കിലോ കുക്കുംബറിൻ്റെ വില 8.95 ഫീൽസ്. എൻ്റെ അമ്മയെ, പച്ചപ്പയറാണെ കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചപ്പോൾ 6 പോയിൻറ്റ് സംതിങ് ആയിരുന്നു. ഇപ്പോൾ അത് 14 പോയിൻ്റായി. എൻ്റെ അമ്മേ, കാശും കൊടുത്ത് നമ്മളൊരു പരുവാകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഭയങ്കരമായിട്ട് വില ഹൈപ്പ് ചെയ്ത് കയറിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്നും അല്ല കൂട്ടിയേക്കുന്നത്. കൂട്ടുന്നതിനൊക്കെ ഒരു മര്യാദയില്ലല്ലേ. എന്നാ കൂട്ടിയേക്കുന്നേ. എൻ്റെ പൊന്നോ, ശരിക്കും പറഞ്ഞാൽ കിളിപോയി. എനിവേ, ഇതൊക്കെ കൂട്ടിയെന്നിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റത്തൊന്നുമില്ലല്ലോ. അങ്ങനെ വീട്ടിൽ ചെന്നു. പിന്നെ ആ വിഷമമൊക്കെ തീർക്കാൻ വേണ്ടി വെണ്ടയ്ക്ക് അറഞ്ചും പുറഞ്ഞും വെട്ടി അരിഞ്ഞ് ഒരു പാനെടുത്ത് അതിനകത്തിട്ടങ്ങ് വഴറ്റൽ. അപ്പോൾ കുറച്ച് വിഷമം മാറി കേട്ടോ. പക്ഷെ എൻ്റെ കരച്ചിൽ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും കുങ്കുമപ്പൂ സീരിയൽ കണ്ട് കരയുന്നതാണ്. അല്ല സുഹൃത്തുക്കളെ, അല്ല. സവോളയും ഞാനും തമ്മിലുള്ള ബന്ധം ഒട്ടും ശരിയല്ല. എന്നെ അത് കരയിച്ച് ഒരു പരുവാക്കും. എനിക്കറിയാൻ മേല കേട്ടോ. എപ്പോൾ സവോള ഉള്ളി എടുത്താലും ഇതാണ് എൻ്റെ അവസ്ഥ. കരച്ചിലെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, സിനിമാ നടിമാർ തോറ്റുപോകും. അമ്മാതിരി കരച്ചില. ഇത് കണ്ടാൽ നിങ്ങളും വിചാരിക്കുകയല്ലേ അല്ലേ. അങ്ങനെ വെണ്ടയ്ക്ക കൊണ്ട് മപ്പാസൊക്കെ ഉണ്ടാക്കി. അടുത്ത് നമ്മളുടെ ക്യാബേജ് തോരൻ. നമ്മുടെ ജസ്റ്റിയുടെ കൊതിയുള്ള സാധനം കേട്ടോ. കഴിഞ്ഞ ദിവസം ലുലുവിന്ന് വാങ്ങിച്ചില്ലേ, ഇനി മേലാൽ ഉറക്കത്തിൽ പോലും പോയി ലുലുവിന്ന് ക്യാബേജ് വാങ്ങിക്കരുത്. ഇതുണ്ടോ, നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ ക്യാബേജ് തോരനും കൂടെ ഉണ്ടാക്കിയേ. ടക്കയെന്ന് ക്യാബേജ്. അങ്ങനെ പച്ചക്കറികൾക്ക് ഒത്തിരി വില കൂടിയതുകൊണ്ട് ഒത്തിരി ആഡംബരമൊന്നുമില്ല. ഒരു ക്യാബേജ് തോരൻ, ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ ഇച്ചിരി ചോറ്, കുറച്ച് ചമ്മന്തി ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ പഴയ അവിയലോ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ പയറില്ലേ അത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയേ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ കറികൾ. അപ്പോൾ ആരെങ്കിലും ചോറുണ്ണാൻ വരുന്നോ? അങ്ങനെ ജസ്റ്റ് വന്നപ്പോഴത്തേനും നല്ല ചൂട് ചോറും ചൂട് തോരനും ചൂട് വെണ്ടയ്ക്ക മപ്പാസ് ജസ്റ്റ് ഭയങ്കര ഇഷ്ടം കേട്ടോ. വെണ്ടയ്ക്ക കറി എനിക്കും വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതെല്ലാം കൂട്ടി പിന്നെ ചമ്മന്തി, ഇത്രയും കൂട്ടി ഒരു പിടി പിടിപ്പിക്കാൻ എന്താ മക്കളെ ടേസ്റ്റ്. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ അവധി ഉള്ളപ്പോൾ ഉണ്ടല്ലോ, കുക്കിങ് തന്നെ എൻ്റെ പരിപാടി. ഞാൻ തന്നെ കുക്ക് ചെയ്യും, ഞാൻ തന്നെ തിന്നും, ഞാൻ തന്നെ തടി വെക്കും. ഇത് തന്നെ, ഒരു രക്ഷയില്ല. അപ്പോൾ ശരി, എന്നാൽ കഴിച്ചേച്ചും വരാം, അല്ല പോയേച്ചും വരാം.